അമേരിക്കൻ മോഡലാണ് ആരോഗ്യരംഗമെന്നാണ് നമ്മുടെ വീണ ജോർജ് മാഡം പറയുന്നത്. മാഡം ഒരു പൊടി വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറല്ല. സംഗതി മന്ത്രിസഭയിലും പിന്നെ നേരിട്ട് അവരെ ബന്ധപ്പെടുന്ന അനുയായികളുമൊക്കെ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ ചിലപ്പോൾ തിരക്കുകൾ കൊണ്ട് കിട്ടാതെ വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ഒക്കെ കിട്ടാൻ പ്രയാസമാണ്, മുഖ്യമന്ത്രിയാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കിട്ടാൻ പ്രയാസമുള്ള മന്ത്രിയാണ് നമ്മുടെ വീണ ജോർജ് മാഡം എന്നാണ് പറയുന്നത്. ഈ അമേരിക്കൻ മോഡലിലാവുമ്പോൾ കുറച്ചവിടെ ചിലവ് കൂടും എന്ന് പറയുന്നത് ഈ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൂടി വയറ്റിൽ വെക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കത്രിക അതുപോലിരിക്കുന്ന എക്സ്റേ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാവം മൂത്രമൊഴിക്കുമ്പോൾ യൂറിനിലൂടെ ബ്ലഡ് മാത്രം പോകുന്നത് കണ്ട് പരിശോധിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് കത്രിക അകത്തായി പോയ വിവരം അറിയുന്നത്. ആ കത്രിക ഒരു മനുഷ്യ ശരീരത്തിനകത്ത് വെച്ച് കുത്തിക്കെട്ടണമെങ്കിൽ നിസാരമായ അശ്രദ്ധയും അഹങ്കാരവും പോരാ. ഇതിനു മുമ്പ് ഒരു സ്ത്രീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഉള്ളിൽ പോയിട്ട് ആ പാവപ്പെട്ടവർ അതിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടും ഒരു അതിജീവതയ്ക്ക് വേണ്ടി നാക്ക് പൊക്കുന്ന എന്താ പറയേണ്ടതെന്നറിയില്ല, ഒരുത്തികളും അതിനൊന്നും അതിജീവതയാവാനും അവരുടെ കരച്ചിലെടുക്കാനും അത് സംപ്രേഷണം ചെയ്യാനും ഒന്നും രംഗത്തിറങ്ങിയില്ല. ലക്ഷ്മി പത്മയും കണ്ടില്ല, അരുൺകുമാറും കണ്ടില്ല, സാമൂഹ്യ മാധ്യമ ആക്രോശ പോരാളികൾ ആരും കണ്ടില്ല. അവർക്ക് 10 പൈസയുടെ നഷ്ടപരിഹാരമോ ഒന്നും കൊടുത്തില്ല. അവർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരെ പോയി ഇരുന്നിട്ട് ഒരു പരിഗണനയും ഉണ്ടായില്ല. പ്രതിപക്ഷവും കാര്യമായി അതിനകത്തൊന്നും ഏറ്റെടുത്തില്ല. 4 പ്രസ്താവനയും അവിടെ ഇവിടെ 3 ന്യായവും പറച്ചിലല്ലാതെ വേറൊന്നും നടന്നതുമില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കത്രിക പൊന്തി വന്നിട്ടുണ്ട്. ഈ കത്രികയെല്ലാം കൂടി നഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ചെലവ് എവിടുന്ന് വഹിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കേൾക്കാം. നാളെ മോനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. എനിക്ക് പണ്ടാലത്ത് പോകണം. മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് വരും. അത് മൂത്രത്തിൽ കല്ലാണെന്നാണ് ഡോക്ടറിന് മൂത്രസഞ്ചി കല്ലിൻ്റെതാണ് ബ്ലഡ് വരുന്നതെന്നാ പറഞ്ഞത്. അഞ്ചു വർഷത്തെ നേരത്തെ മെഡിക്കൽ രേഖകളൊക്കെ കയ്യിലുണ്ടോ? ഈ ഡോക്ടറോട് നമ്മളവിടെ സംസാരിക്കുന്നത് അവർ പറയുന്ന 5 വർഷം മുമ്പത്തെ കാര്യമാണ്. ആ ഡോക്ടറെല്ലാം സ്ഥലം മാറി പോയെന്നാ പറയുന്നത്. അപ്പൊ അന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ പേരോ വിവരങ്ങളൊക്കെ എനിക്കറിയത്തില്ല. എനിക്ക് ലളിതാംബിക ഡോക്ടറെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഡോക്ടറാണ് എന്നെ അഡ്മിറ്റ് ചെയ്തതും പിന്നെ ഓപ്പറേഷത്തിന് ഡേറ്റ് ഒക്കെ തന്നത്. മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടക്കണം. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ചെയ്തത് ആരാണ് എന്താണെന്നൊന്നും. എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിലോ മറ്റെന്തെങ്കിലും പരാതി? പോലീസ് സ്റ്റേഷൻ പരാതി മോൻ വല്ലതും കൊടുത്തോന്ന് അറിയത്തില്ല എനിക്ക്. ഞാനും മോനുമായിട്ടൊക്കെ മോനെയാണ്. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. പണിക്ക് പോകും. പണി ഇച്ചിരി ചെയ്യുമ്പോ അണയ്ക്കും. അതുപോലെ ഇപ്പൊ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക്. അപ്പൊ ഞാൻ ഓർക്കുന്നത് ആരോഗ്യമന്ത്രി അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ ജോലി ചെയ്തവരെ പിരിച്ചുവിടുക മാത്രമല്ല, ക്രിമിനൽ കേസ് എടുക്കുകയും വേണം. മാഡം ഇത് ഒഴിയുകയും വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന കത്രികയും ഉള്ളിൽ വെച്ചാണ് കഴിഞ്ഞ ഇത്രയും നാളുകളായി ഒരു സ്ത്രീ ജീവിക്കുന്നത്. ഏത് മന്ത്രിയാണെന്നിപ്പോൾ ഈ 5 വർഷമായി 4 വർഷമായെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയത്തില്ല. ആരോഗ്യമന്ത്രി പറയുന്ന സിസ്റ്റം തകരാറിന് മുമ്പുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തുല്യമായ മന്ത്രിയാക്കാൻ സർവ്വയോഗ്യമായ മന്ത്രിയാണോ എന്തായാലും അറിയില്ല. ഇനി മന്ത്രിമാരെ എല്ലാം അങ്ങോട്ട് പോട്ടെ, അവരങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഈ ഡോക്ടർമാരും നേഴ്സുമാരും എന്ന് പറയുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ എന്ത് പകരമാണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് ഇന്നത്തെ സ്ഥിതി. വലിയ കോർപ്പറേറ്റ് ആശുപത്രികളിൽ പോയാൽ കിഡ്നി അങ്ങെടുക്കും. ധർമാശുപത്രിയിൽ പോയാൽ കത്രികയും ബ്ലേഡും ഒക്കെ അതിനകത്ത് വെക്കും, കേബിളും ഒക്കെ. അങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട്ടൊരു ഹർഷിനെയോ എന്നങ്ങാണ്ട് പറയുന്ന ഒരു സഹോദരിയുടെ ഉള്ളിലേക്ക് വെച്ചത്. ഇവരൊക്കെയല്ലേ അതിജീവിതകൾ?
ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ഇരകൾ. അല്ലാതെ പലതിനും വഴങ്ങിക്കൊടുത്ത് അവസാനം അതിൽ നിന്നൊക്കെ എന്താ പറയുന്നത്, മറ്റു പലതുമൊക്കെ ചെയ്ത് ഇരകളായി മാറുന്നവരും അതിജീവിതകളായി മാറുന്നവരുമാണോ യഥാർത്ഥ അതിജീവിതകൾ? ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ദയനീയതയാണ് സാധാരണക്കാരൻ്റെത്. വല്ലാത്ത ദയനീയത. അവൻ ജീവിക്കണോ മരിക്കണോ എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. കഷ്ടം.